ഇത് ഗാലക്സി S24 ആണ്. എക്സിനോസിന്റെ പ്രൊസസ്സറാണ്. ഈ എക്സിനോസിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് 100 നാവുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ശരിയാണ്. എക്സിനോസിന്റെ പ്രൊസസ്സർ കൊള്ളൂല. ഐ മീൻ അതിന്റെ മാനുഫാക്ചറിങ്ങിന്റെ ഇതില് സാംസങ് ഇനിയും ഒരുപാട് ഇംപ്രൂവ് ചെയ്യാനുണ്ട്. സാംസങ്ങിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഗൂഗിൾ പിക്സലിന്റെ ടെൻസറിന്റെ പ്രൊസസ്സറും അത് തന്നെയാണ് അവസ്ഥ. ഇത് പറയുമ്പോഴും നിങ്ങൾ ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇന്റലിന്റെ പ്രൊസസ്സർ ചോദിച്ച് മേടിക്കുന്നതും വാങ്ങിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ എക്സിനോസിനെ കുറ്റം പറയുന്ന ആൾക്കാർ എത്ര പേര് ഇന്റലിന്റെ പ്രൊസസ്സർ യൂസ് ചെയ്യുന്നുണ്ട്? 12th ജനറേഷന് ശേഷം ഇറങ്ങിയിട്ടുള്ള അവരുടെ പ്രൊസസ്സറിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവർക്കും മാനുഫാക്ചറിംഗിൽ ഇതേ പ്രശ്നമുണ്ട്. TSMCയിൽ മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന പ്രൊസസ്സേഴ്സ് ആണ് കറന്റ്ലി നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ആവുന്നത്. ഈവൻ ആം ബേസ്ഡ് ഉള്ളതും ആപ്പിളിന്റെതും എല്ലാ ചിപ്സെറ്റുകളും TSMCയിലാണ് ചെയ്യുന്നത്. AMDയുടെ റൈസന്റെ പ്രൊസസ്സറാണ് ലാപ്ടോപ്പുകളിലും കമ്പ്യൂട്ടറിലും ഇപ്പം നിലവിലുള്ളതിൽ കറന്റ്ലി ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അവരും TSMCയിലാണ് ഉണ്ടാക്കുന്നത്.